എന്ത് കഴിവുണ്ടോ അത് ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ഞങ്ങൾക്കത് പ്രോത്സാഹിപ്പിക്കാനാണ് വഴി തന്നേക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇവാഞ്ചലൈസേഷൻ, സുവിശേഷം പ്രഘോഷിക്കുക, ഈശോയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കുക. ഡാൻസിന്റെ രൂപത്തിൽ ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, അദ്ദേഹം ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ, ഐ എം നോട്ട് ഷുവർ, ട്രസ്റ്റിംഗ് മൈ മെമ്മറി. അദ്ദേഹം അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്. പിന്നെ ഈ മ്യൂസിക് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു മിടുക്കം കുഞ്ഞച്ചൻ പട്ടം കെട്ടി അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയൊക്കെ ഒത്തിരി. പിന്നെ നമ്മുടെ നാട്ടിലായിരിക്കും ഒരു ചെറിയ ലിമിറ്റേഷൻ ഒക്കെ ഉള്ളതില്ലെങ്കിൽ അങ്ങനെ പുറത്തോട്ട് വരാൻ, നമുക്ക് ബേസിക്കലി അങ്ങനെ പുറത്തോട്ട് വരാൻ ഇച്ചിരി മടിയുള്ളവരാണല്ലോ നമ്മൾ മലയാളീസിന്. അവരെന്നെ വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോൾ മരിക്കാൻ പോയാലും നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുന്ന ഒറ്റ കാരണം ഉണ്ടാകും, ആരെങ്കിലും എന്നെ വിചാരിക്കും എന്ന് വിചാരിച്ചോ. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി അപ്രീഷിയേറ്റഡ്. അച്ഛന്മാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, ഫാദർ റോബ് ഗാലിയ എന്ന് പറഞ്ഞിട്ടൊരു, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ദ സിംഗിങ് പ്രീസ്റ്റ് എന്നാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 തവണ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ടൂർ ഉണ്ടായിരുന്നു. ഒരു ഹെവിലി അക്ലൈംഡ് സെലിബ്രിറ്റിയാണ്. ആൻഡ് അദ്ദേഹം ഓഫ് കോഴ്സ് സ്പിരിച്വൽ, ജസ്റ്റ് ബിബ്ലിക്കൽ ടോപ്പിക്ക് മാത്രമല്ല, സ്പിരിച്വാലിറ്റി രണ്ടു കാറ്റഗറിയിൽ വേണേൽ പെടുത്താമല്ലോ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേനും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ജീവിച്ച ആൾക്കാരുണ്ട്. പിന്നെ അമേരിക്കയിലുള്ളൊരു സിസ്റ്റർ മിറിയാം ഹൈറ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ടോക്കുകളൊക്കെ നമ്മൾ കേട്ടാൽ, ഷി വാസ് എ വോളിബോൾ പ്ലെയർ, ഒരു കോളേജിലെ വലിയ ആളൊക്കെ ആയിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്ന് സിസ്റ്റർ ആവുകയൊക്കെ ചെയ്തത്. ഈ ഫാദർ റോബ് ഗാലിയ ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ. എനിക്കൊന്ന് നമ്മുടെ ഈ അമേരിക്ക ഗോട്ട് ടാലന്റ് അങ്ങനത്തെ പ്രോഗ്രാമുകളുണ്ടല്ലോ, അതിനകത്ത് എനിക്കൊന്ന് ഓസ്ട്രേലിയ ഗോട്ട് ടാലന്റിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മൊമെന്റിൽ പുള്ളി പറഞ്ഞു, ഗിവിങ്, എനിക്ക് പള്ളിയിൽ പരിപാടി നടത്താൻ. അദ്ദേഹം ഫൈനലിൽ കയറിയിട്ട് അദ്ദേഹം പള്ളിയിൽ കുർബാനകളോട് തിരിച്ചു പോകുന്നു. സഭ എപ്പോഴും ആസ്വാറ സൈനോ, എനിക്കും എൻ്റെ ലൈഫ് നോക്കുമ്പോഴത്തേനും ഇപ്പം ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു കാലമാണിത്. ആ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലോകത്തിലേക്ക് നമ്മുടെ സുവിശേഷം പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നു. അതിന് എപ്പോഴും പ്രോത്സാഹനം മാത്രമേ എനിക്ക് ഞാനായിരിക്കുന്ന കോൺഗ്രിഗേഷൻ ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് തന്നെ അതാണ്. ഹെറാൾഡ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ സദ്വാർത്തയുടെ പ്രഘോഷകർ എന്നാണ്. എനിക്കെപ്പോഴും ഒരു അപ്രീസിയേഷൻ മാത്രമേ, ഓക്കെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ടൈപ്പായിരുന്നു. പിന്നെ സഹനങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, അതിപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്നാലും കിട്ടുമല്ലോ. അപ്പോൾ അതുണ്ടായി. പക്ഷേ എനിക്ക് 99% ഇറ്റ് വാസ്, എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാ അച്ഛന്മാർക്കും അതിനെ കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ല, ഇപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പം എനിക്ക് ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെ മിഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് സെമിനാറിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യം. പൊതുവേ ഇപ്പം ഞാനടക്കം എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു സെമിനാരി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര പാടാന്നാണ് പൊതുവേ എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു അറിവാണ്. അപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഷോക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ. സ്ട്രിക്ട്നെസ്സിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ വാക്ക് എന്നറിയോ, ഡിസിപ്ലിൻ. It's a place of discipline. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങാത്തൊരു അടച്ചിട്ട ഒരു സ്പിരിച്വൽ ജയിൽ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതങ്ങനെ അല്ല. ഡിസിപ്ലിൻ ഇഷ്ടപ്പെടണം. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ 5 മിനിറ്റ് മിരിമിരുത്തോണ്ടിരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. രാവിലെ 5:30, ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 മണി മുഴങ്ങും. ആ മണി മുഴങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. വീട്ടിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടാണ് പഠിത്തമൊക്കെ തീർത്തു. രാവിലെ അപ്പനൊക്കെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. സെമിനാറിൽ എല്ലാവരും കൂടെ ആദ്യത്തെ ആഴ്ച ചിലപ്പോൾ ഒരു ഇച്ചിരി സ്ട്രഗിളൊക്കെ ആയിരിക്കും. എത്ര മണിക്കാണോ? 5:30 ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു. ഇട ദിവസങ്ങളിൽ 5:30, ഞായറാഴ്ചകളിൽ 6 മണിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മൈനർ സെമിനാരിൽ പഠിക്കുമ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ. 10-70 പേര് എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. സെമിനാറിൽ ചേരുമ്പോൾ എല്ലാവരും കൃത്യസമയത്തുള്ള ഭക്ഷണമോ പ്രാർത്ഥനയോ ക്ലാസ്സുകൾ, ഗെയിംസ്, അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു വർക്കുകൾ, ജോലിയെല്ലാം ഇപ്പം സെമിനാറിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഒക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. വൈകുന്നേരത്തെ രാത്രിത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടെ ഉറങ്ങാനൊക്കെ പോകുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബ്യൂട്ടിഫുൾ ലൈഫ്. ഫോണില്ല, ഫോൺ ഉപയോഗമില്ല. എനിക്ക് തോന്നുന്നു അത് വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എനിക്ക് ഫോണ് ഉപയോഗിക്കാമല്ലോ, എനിക്ക് എന്ത് ഗാഡ്ജറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയ നിൽക്കുകയാണ്, പക്ഷേ ഫോണില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് തന്നെയാണ് സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അന്ന് ഞങ്ങളുടെ അതും നമ്മുടെ ഒരു ഫോർമേഷൻ്റെ ഭാഗമാണല്ലോ. ഇപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഫോണൊക്കെ മാറ്റി വയ്ക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് മാറ്റി വയ്ക്കും. സെമിനാറിൽ ഇഷ്ടം പോലെയാണ് എൻ്റർടൈൻമെൻറ്റ്.
മൊബൈൽ ഫോണിന് പകരം നമുക്ക് പുസ്തകങ്ങളുണ്ട്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വേറെ എന്തുണ്ട്? എനിക്ക് വേറെ ഒന്നും അഭിപ്രായപ്പെടാൻ പോലും ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല നമുക്കൊരു നിയമം അപ്പം തന്നെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണ് സെമിനാരി വരുന്നതും. ഓക്കെ, ചിലർ 15-ാം വയസ്സിലാണ് വരുന്നത്, ചിലർ 20-30 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലികളൊക്കെ ഉപേക്ഷിച്ച് വരുന്നവരുണ്ട്. ഏത് പ്രായത്തിൽ വരുന്നവർക്കും ഇതറിയാൻ കൃത്യമായിട്ട് നമ്മൾ ഈ ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. സെമിനാരി വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലേ, നോ, യു ആർ ഗോയിങ് ടു ബി ഡിസിപ്ലിൻഡ്. അത് അറിഞ്ഞുകൊണ്ടാണ് സെമിനാരായിട്ട് വരുന്നത്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇഫ് യു വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ യു ഷുഡ് ബി റെഡി ടു ഗെറ്റ് ഡിസിപ്ലിൻഡ്. അത് സെമിനാറിലായാലും എന്ത് കാര്യത്തിൽ ഒരു പ്രൊഫഷണൽ ഫീൽഡിലും നമ്മളൊരു കാര്യം ഇച്ചിരി ഡിസിപ്ലിനോടുകൂടി പഠിച്ചും പ്രാക്ടീസ് ചെയ്തും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ആണല്ലോ നമ്മളിതെല്ലാം ഗ്രേഡ് കൂടുന്നത്. അപ്പോൾ 10-12-13 വർഷത്തെ ഡിസിപ്ലിൻഡ് ലൈഫ് വേണം തീർച്ചയായിട്ടും നാളെ നല്ലൊരു വൈദികനായിട്ട് തീരാനെന്ന്. നല്ലൊരു ഡിസൈപ്പിൾ അല്ലേ, അൾട്ടിമേറ്റ്ലി ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിളായി മാറുകയാണല്ലോ. അപ്പോൾ നല്ലൊരു ഡിസൈപ്പിൾ ആവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. അപ്പോൾ ചിലതനുസരിക്കാത്തവരുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ റെക്ടർ അച്ഛൻ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആവും, ചില കുഞ്ഞു പണിഷ്മെന്റുകളൊക്കെ തരും, സ്നേഹത്തോടുള്ള പണിഷ്മെന്റ്. ഓക്കെ, പക്ഷെ പണിഷ്മെന്റ് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ സൈലൻസ് എന്നാ വിഷമമുള്ള കാര്യം അത് അല്ലേ, എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ നമ്മൾ കൂട്ടൊക്കെ കൂടി എനിക്ക് തോന്നുന്നൊരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല കുറേ കൂട്ടം നമ്മൾ കമ്പനി ആവുമല്ലോ, നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഏറ്റവും സന്തോഷം ക്രിക്കറ്റ് ഗ്രൗണ്ടിലും വോളിബോൾ ഗ്രൗണ്ടിലും എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ടീം അംഗങ്ങൾ, അവരായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യം ക്ലോസ് ആയത്. പിന്നെ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും പുസ്തക കൂട്ടുകാരായി. പക്ഷെ എപ്പോഴും ഈ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ വർത്താനൊക്കെ പറയും. അപ്പം സ്റ്റഡി ടൈമിലൊക്കെ അബ്സൊല്യൂട്ട് സൈലൻസിൻ്റെ സമയമാണ്. രാത്രി അത്താഴം കഴിഞ്ഞിട്ട് 0 ടോക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്, എനിക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴും പിടിയിട്ടില്ല. ഇറ്റ്സ് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് വെച്ചാൽ മുട്ടുസൂചി ഇട്ടാൽ കേൾക്കണം, അത്ര ഇതാണ്. അത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോട്ട് ഈസി. കാരണം നമ്മുടെ പ്രായം അതാണ്. 15 വയസ്സ് മുതലുള്ളതെന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് മിരിമിരിപ്പിന്റെ സമയമാണ്, പെടപ്പിന്റെ സമയമാണ്. ആ സമയത്തിപ്പോൾ ചിലപ്പോൾ റെക്ടറച്ചൻ പൊക്കും. എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത് ചില സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഒരു ചാപ്റ്ററൊക്കെ എഴുതി കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം മലയാളം വാക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു 10 ഇംഗ്ലീഷ് വൊക്കാബുലറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിക്കുക, പഠിക്കുക, കാണാപ്പാടം പറയുക, ചിലപ്പോൾ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അങ്ങനത്തെയൊക്കെ പണിഷ്മെന്റുകൾക്ക് അതൊന്നും ഒരു പണിഷ്മെന്റ് ഇന്ന് തിരിച്ചു ചിന്തിക്കുമ്പം ഐ മിസ് ദ പണിഷ്മെന്റ്, കുറച്ചുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയുള്ളൂ. അത്രേ ഉള്ളൂ പണിഷ്മെന്റ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തല്ലോ പിടിയോ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സെമിനാർ ലൈഫ് എൻ്റെ കൂടെ പഠിച്ച ആരും തല്ലുകൊണ്ടായിട്ട് എൻ്റെ അറിവിലില്ല, എനിക്കിട്ടും കിട്ടിയിട്ടില്ല. റക്ടച്ചൻ്റെ മുറി വടി കണ്ടിട്ടുണ്ട്, പക്ഷെ അടി കിട്ടിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിക്കാൻ ഒരു അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല.